നമസ്കാരം. ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 9 വർഷത്തെ റിക്രൂട്ട്മെന്റ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ജോബ് സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണ്, ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ സമയത്ത് ഒരു ഉദാഹരണം വന്നതെന്നറിയോ, കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമ്മുടെ ചർച്ച ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടോ എന്നാണ് അല്ലെ. കാരണം ആ വീഡിയോസ് ആണോ, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കയ്യിൽ എത്ര വിരലുകളുണ്ട്, അദ്ദേഹം ചായ കുടിക്കുമ്പോൾ ചായ തുളുമ്പുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ ചിന്തകൾ. ആക്ച്വലി മീഡിയ നമ്മളെ എന്താണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ കാണിക്കാറുള്ളൂ. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്സിന്റെ എമൗണ്ട് ഡ്യൂ ഉള്ളപ്പം, റെന്റ് കൊടുക്കുന്ന അവസ്ഥ എന്താണെന്ന് അറിയാതിരിക്കുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്ട് ആവുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ്. ഞാനൊരു 11 വർഷത്തെ ദുബായ് എക്സ്പീരിയൻസിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് എന്നൊരു മഹാമാരി, അതുകൂടാതെ ഇവിടെ ഒരു വെള്ളപ്പൊക്കം വന്നിരുന്നു, അവിടെയൊക്കെ നമ്മൾ സർവൈവ് ചെയ്തിരുന്നു. ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല. അപ്പൊ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് ഡിസ്ട്രാക്ടഡ് ആവുന്നത്, വറി ചെയ്യുന്നത് എനിക്കറിയില്ല. നമ്മൾ വറി ചെയ്യേണ്ടത്, നമ്മൾ സ്ട്രെസ് ആവേണ്ടത്, നമ്മുടെ ഫോക്കസ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എങ്ങനെ ബാലൻസ് കയറ്റാമെന്ന് ഓർത്തിട്ടാണ്. അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഇൻകം നമ്മൾ കണ്ടുപിടിക്കുക. അത്തരം കാര്യങ്ങളാണ് റൈറ്റ് വാസ് നിങ്ങൾക്ക് ഫ്രീലാൻസ് ഓപ്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എങ്ങനെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാം, എക്സ്ട്രാ അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നതാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.